നമസ്കാരം, നിഷ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 52 ലക്ഷം കടന്നു. പാകിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണു. ലാഹോറിൽ നിന്നും കറാച്ചിയിലേക്ക് പോകുകയായിരുന്നു വിമാനം. വിമാനത്തിൽ 107 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1,18,447. സംസ്ഥാനത്ത് 42 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗബാധ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ദിവസമാണ്. സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വാർത്തകൾ വിശദമായി. ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 52 ലക്ഷം കടന്നു. 24 മണിക്കൂറിൽ 1,05,000 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 16 ലക്ഷം പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിൽ 1,344 പേർ അമേരിക്കയിൽ കോവിഡ് രോഗബാധ മൂലം മരിച്ചു. ഇതുവരെ അമേരിക്കയിൽ കോവിഡ് മൂലം മരിച്ചത് 96,363 പേരാണ്. സർക്കാർ സ്ഥാപനങ്ങളിലും ചരിത്ര സ്മാരകങ്ങളിലും പതാക താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. ബ്രസീലിൽ 3 ലക്ഷം പേരാണ് കോവിഡ് രോഗബാധിതരായത്. 24 മണിക്കൂറിൽ 1,153 പേർ ബ്രസീലിൽ കോവിഡ് മൂലം മരിച്ചു. പാകിസ്ഥാനിൽ യാത്രാ വിമാനം വീടുകൾക്ക് മുകളിൽ തകർന്നു വീണു. ലാഹോറിൽ നിന്ന് കറാച്ചിയിലേക്ക് വരികയായിരുന്നു A320 എയർബസ് വിമാനം ആണ് വീടുകളുടെ മുമ്പിൽ തകർന്നു വീണത്. 31 സ്ത്രീകളും 8 കുട്ടികളും 7 ജീവനക്കാരും അടക്കം 107 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ജെയിംസ് കാമറൂൺ സിനിമ അവതാറിന്റെ 2ാം ഭാഗം വരുന്നു. പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു. മുൻ ലോക 1-ാം നമ്പർ ടെന്നീസ് താരം ആഷ്ലി കൂപ്പർ അന്തരിച്ചു. ഗൾഫിൽ 3 മലയാളികൾ കൂടി കോവിഡ് മൂലം മരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് രോഗബാധ മൂലം മരിക്കുന്ന മലയാളികളുടെ എണ്ണം 97 ആയി. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1,18,447 ആയി. 24 മണിക്കൂറിൽ 6,088 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിൽ രാജ്യത്ത് 148 പേർ മരിച്ചു. ഡൽഹിയിൽ മാത്രമായി 24 മണിക്കൂറിൽ 16 പേർ മരിച്ചു. 24 മണിക്കൂറിൽ ഡൽഹിയിൽ 660 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഉംപുൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. ദുരന്തഭൂമി പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തി. പശ്ചിമ ബംഗാളിന് 1000 കോടി രൂപ സഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. ഒഡീഷയിൽ 500 കോടി രൂപയുടെ സഹായം നൽകും.
രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾക്ക് എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. രാജ്യത്ത് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചു. രാജ്യത്ത് 8 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജ് RBI പ്രഖ്യാപിച്ചു. ബാങ്ക് വായ്പകളുടെ മൊറട്ടോറിയം 3 മാസത്തേക്ക് നീട്ടി. മൊറട്ടോറിയം കാലഘട്ടത്തെ പലിശ തവണകളായി അടച്ചാൽ മതി. റിപ്പോ നിരക്ക് 4.4% നിന്നും 4% ആക്കി കുറച്ചു. രാജ്യത്തിന്റെ GDP നെഗറ്റീവ് ആയേക്കാമെന്ന് RBI ഗവർണർ അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കയറ്റുമതി 58% ഇടിവുണ്ടായി. ICSE, ISC പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. +2 പരീക്ഷകൾ ജൂലൈ 1 മുതൽ 14 വരെയാണ് നടത്തുന്നത്. 10ാം ക്ലാസ് പരീക്ഷകൾ ജൂലൈ 2 മുതൽ 12 വരെ നടത്തും. വിശദമായ പരീക്ഷാ ടൈം ടേബിൾ ICSEയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്പീഡ് പോസ്റ്റ് പുനരാരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. 15 രാജ്യങ്ങളിലേക്ക് സ്പീഡ് പോസ്റ്റ് ഉടനെ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ ഒരാൾക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. സെക്രട്ടേറിയറ്റ് കെട്ടിടം അണുവിമുക്തമാക്കാനായി അടച്ചു. സംസ്ഥാനത്ത് 42 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച ദിവസമാണ് ഇന്ന്. കണ്ണൂരിൽ നിന്നും 12 പേരും കാസർഗോഡ് നിന്ന് 7 പേരും കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 5 പേർ വീതവും തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് 4 പേർ വീതവും കോട്ടയത്ത് 2 പേരും കൊല്ലം, പത്തനംതിട്ട, വയനാട് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കുമാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് നിലവിൽ 216 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. പാലക്കാട് രോഗബാധ സ്ഥിരീകരിച്ചത് 7 മാസം പ്രായമുള്ള കുഞ്ഞിനാണ്. രോഗബാധിതരിൽ 17 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. 21 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിയവരാണ്. 2 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും വന്ന ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ ഒരു ആരോഗ്യ പ്രവർത്തകനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. തൃശൂർ ചാവക്കാട് സ്വദേശി ഖദീജ കുട്ടിയാണ് കോവിഡ് രോഗബാധ മൂലം മരിച്ചത്. മുംബൈയിൽ പോയിട്ട് റോഡ് മാർഗം ആണ് ഇവർ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. ചൊവ്വാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തി. ഒപ്പമുണ്ടായിരുന്ന മകനടക്കം 5 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യത. മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ആഭ്യന്തര വിമാന സർവീസുകളിൽ സംസ്ഥാനത്ത് എത്തുന്നവർ
സംസ്ഥാനത്ത് താമസിക്കുകയാണെങ്കിൽ മാത്രം 14 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിച്ചാൽ മതിയാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ബിസിനസ് ആവശ്യങ്ങൾക്കായി പെട്ടെന്ന് വന്നു പോകുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ അപ്രായോഗികം എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 26 മുതൽ ആരംഭിക്കുന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഗൾഫിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. സംസ്ഥാനത്തെ പരീക്ഷാ ടൈം ടേബിൾ പ്രകാരമാണ് ഗൾഫിലും പരീക്ഷകൾ നടത്തുന്നത്. സംസ്ഥാനത്തെ പരീക്ഷാ സെന്ററുകളാകുന്ന സ്കൂളുകൾ അഗ്നിശമന സേന അണുവിമുക്തമാക്കി. സംസ്ഥാന സർക്കാർ ട്രഷറി നിയന്ത്രണം നീക്കുന്നു. 5 കോടി വരെയുള്ള ബില്ലുകൾ മാറാൻ അനുമതി. നേരത്തെ 1 കോടി രൂപ വരെയുള്ള ബില്ലുകൾ മാത്രമേ മാറാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. തെക്കൻ കേരളത്തിൽ കനത്ത മഴ. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും വെള്ളം കയറി. വരും ദിവസങ്ങളിലും മഴ തുടരും. ജലനിരപ്പ് ഉയർന്നതിനാൽ അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. കരമന ആറിന്റെ തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ്. തിരുവനന്തപുരത്തേക്ക് ഡൽഹി, ജയ്പൂർ, ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്നായി 4 ട്രെയിനുകൾ എത്തിച്ചേർന്നു. ദുബൈയിൽ നിന്ന് 180 പ്രവാസികളുമായി വിമാനം എത്തി. കേരള സർവകലാശാല ബിരുദ പരീക്ഷകൾ ജൂൺ 2 മുതൽ നടത്തും. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. ഓൺലൈനിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 24. മാസപ്പിറവി കാണുന്ന ദിവസം രാത്രി 9 മണിവരെ കടകൾ തുറക്കാൻ അനുമതി. ഞായറാഴ്ച പെരുന്നാൾ ആകുന്ന സാഹചര്യത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി. കോവിഡിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം. സാമൂഹിക അകലം പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തൂവാല കൊണ്ടോ കൈമടക്ക് കൊണ്ടോ വായും മൂക്കും പൊത്തുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം കഴുകി വൃത്തിയാക്കുക, മുഖത്തും കണ്ണിലും മൂക്കിലും വായിലും തൊടാതിരിക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, വീടുകളിൽ തന്നെ തുടരുക, തുടർച്ചയായി തൊടുന്ന സ്ഥലങ്ങൾ അണുവിമുക്തമാക്കുക, പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മുഖാവരണം ധരിക്കുക, പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക. ശ്രവണ പരിമിതിയുള്ളവർക്കായുള്ള നിഷ് ന്യൂസിൽ ആംഗ്യഭാഷാ പരിഭാഷകൻ വിനയചന്ദ്രനോടൊപ്പം സിൽവി മാക്സിമേന.